ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് എങ്ങനെ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറേ ബ്ലാ 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 പറയാതെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയാലോ. ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ള എല്ലാവരും ഫസ്റ്റത്തെ മൈൻഡിലുള്ള സംഭവം എന്ന് പറയുന്നത് ചാനൽ എങ്ങനെയെങ്കിലും ഒന്ന് മോണിറ്റൈസ് ആവണം എന്നുള്ളതാവും. അതിനുള്ള ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് യൂട്യൂബ് വെച്ചിട്ടുള്ള സംഭവം ഒന്നില്ലെങ്കിൽ 4000 വാച്ച് അവർ, അല്ലെങ്കിൽ 100 ലക്ഷം ഷോർട്ട് വ്യൂസ്, ഇതിൻ്റെ കൂട്ടത്തിൽ 1K സബ്സ്ക്രൈബേഴ്സും ആണ് അല്ലേ. അപ്പോൾ ഇത് ക്രൈറ്റീരിയ കടന്നാലാണ് നമുക്ക് ഏർണിങ്സ് കിട്ടിയിട്ട് പൈസ കിട്ടി തുടങ്ങുക. അപ്പോൾ എല്ലാവരും യൂട്യൂബ് തുടങ്ങണത് ഈ ഒരു മോണിറ്റൈസേഷനൊക്കെ കഴിഞ്ഞ് നമ്മളെ ചാനലൊന്ന് ഗ്രോ ആവണം എന്ന് വിചാരിച്ചിട്ടാവുമല്ലോ. ഇതിൽ 3 ക്രൈറ്റീരിയാസ് യൂട്യൂബ് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ബിഗിനറെ സംബന്ധിച്ച് ഫസ്റ്റ് മൈൻഡിൽ വരുന്ന സംഭവം എന്ന് പറയുന്നത് 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ ചില ആൾക്കാരുണ്ട് യൂട്യൂബ് തുടങ്ങി ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഫാസ്റ്റായിട്ട് 1K 2K ഒക്കെ ആവുന്ന ആൾക്കാർ. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, യൂട്യൂബ് തുടങ്ങിയിട്ട് 1, 2, 3, 4, 5 മാസമൊക്കെ ആയിട്ടും ഈ 1K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള കടമ്പ കടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഞാനിപ്പം പറയുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് കേട്ടോ. ഞാനൊരു ബിഗിനർ യൂട്യൂബറാണ്. എനിക്കറിയാം ഞാൻ പോകുന്ന വഴികളിൽ എനിക്ക് എന്തൊക്കെ സ്ട്രഗിൾസ് ഇതിലുണ്ടായിട്ടുണ്ട്, എങ്ങനെയാണ് ഞാൻ ഈസി ആയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയത് എന്നുള്ളതൊക്കെ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കുറച്ച് ടിപ്സുമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ ഫോക്കസ് ചെയ്യണത് എപ്പോഴും ഷോർട്ട് വ്യൂസിലാവണം. ലോങ് വീഡിയോസിനേക്കാൾ എത്രയും പെട്ടെന്ന് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക ഷോർട്ട് വീഡിയോസിലാണ് കേട്ടോ. കാരണം ലോങ് വീഡിയോ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ ടൈം ഉണ്ടാവും. ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് അയാളെ വീഡിയോസ് ഒന്നും ഇൻ കേസ് നമ്മൾ സെലിബ്രിറ്റി ഒന്നും അല്ല, ഒരു സാധാരണ ആളാണ്. അപ്പോൾ നമ്മളാർക്കും ഫെമിലിയർ അല്ല. അപ്പോൾ നമ്മളെ വീഡിയോസ് ആരും അങ്ങനെ ലോങ് ആയിട്ടിരുന്നൊന്നും കാണൂല. അത്രയും ടൈം ആർക്കും മെനക്കെടുത്താൻ താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ ബിഗിനറായി നമ്മളാർക്കും ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഷോർട്ട് വ്യൂസ് ഇടുകയാണെങ്കിൽ അത് കുറച്ച് സെക്കൻഡ്സ്, 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഷോർട്ട് വ്യൂസ് അവസാനിപ്പിക്കണം. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്, ഷോർട്ട് വ്യൂസ് കാണാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ അത് നല്ല വൃത്തിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ തന്നെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. അതൊന്ന് വൈറലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ 1000 അല്ല, 2000 അല്ല, 3000 അല്ല, 4000 അല്ല, 5000 വരെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. എൻ്റെ ഒരു ഷോർട്ട് വ്യൂ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മില്യൺ അടിച്ച സമയത്ത് എനിക്ക് അതിന് നല്ലോണം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നോക്കിയാൽ അറിയാം. ഞാൻ ഇപ്പോൾ 45 പോയിന്റ് സംതിങ് സബ്സ്ക്രൈബേഴ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ഷോർട്ട് വ്യൂസ് ഒക്കെ നല്ലോണം കയറിയിട്ടുണ്ട് ഒരു ടൈമിൽ. അങ്ങനെയാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ പെട്ടെന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം ഷോർട്ട് വ്യൂസ് ഇടാൻ നോക്കുക. ലോങ് വീഡിയോയിൽ ഇപ്പം ഫോക്കസ് ചെയ്യാതെ നിൽക്കുക നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ. അപ്പോൾ ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും യൂട്യൂബ് തുടങ്ങിയ ഫസ്റ്റ് ചെയ്യണ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ആരെങ്കിലുമൊക്കെ കണ്ട ഒരു വ്യൂ എങ്കിലും കിട്ടട്ടെ, കുറച്ച് ആൾക്കാരെങ്കിലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവർക്കും മാക്സിമം നമ്മളെ ചാനൽ ഷെയർ ചെയ്യും, എല്ലാ ഗ്രൂപ്പിലിടും. ഞാൻ ഉൾപ്പെടെ എല്ലാ ബിഗിനർ യൂട്യൂബേഴ്സും ചെയ്യുന്ന ഒരു സംഭവമാണിത്. മാക്സിമം നിങ്ങളത് ചെയ്യാതെ നിൽക്കുക. ഞാനും യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഇതുപോലെ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു സംഭവം കണ്ടിന്, പക്ഷെ അന്ന് ഞാനത് ഇഗ്നോർ ആക്കിനി. ഇപ്പം എനിക്ക് കറക്റ്റ് അത് എന്തുകൊണ്ടാണ് ഒരു പറയണത് എന്നുള്ളത് മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരാൾക്ക് നമ്മളെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാനായാലും എനിക്ക് താല്പര്യമില്ലാതെ ഒരു കാര്യമാണ് ചെയ്യണമെങ്കിൽ എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എനിക്ക് താല്പര്യത്തോടു കൂടി ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ആ സംഭവത്തിനോടൊരു ഇഷ്ടം ഇതൊക്കെ വരുള്ളൂ. അതുപോലെ തന്നെയാണ് യൂട്യൂബും. നമ്മളൊരാൾക്ക് ഫോഴ്സ്ഫുള്ളി നമ്മളെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ എന്തായാലും കാണാം കേട്ടോ എന്ന് പറയുമ്പോൾ അയാൾ വേണമെങ്കിൽ 1 സെക്കൻഡ് കാണാൻ മതിയായിരിക്കും. അത് കഴിഞ്ഞ് അയാൾ നിർത്തിപ്പോവും. നെക്സ്റ്റ് നമ്മളൊരു ഷോർട്ട് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുമ്പോഴോ അയാളത് കാണാനേ പോണില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ എപ്പോഴും വീഡിയോസ് ഇടുമ്പോഴും ഷോർട്സ് ഇടുമ്പോഴും ആൾക്കാർ എത്ര ടൈം ഇത് കണ്ട് എന്നുള്ളത് യൂട്യൂബ് ചെക്ക് ചെയ്യും. എന്നാൽ മാത്രമേ എത്ര ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ട് നോക്കിയിട്ട് മാത്രമേ പിന്നുള്ള നമ്മളെ വീഡിയോസും ഷോർട്സും ഒക്കെ വൈറലാവുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാതെ നിൽക്കുക. അതായത് നമുക്കുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിച്ച് നമ്മളെ വീഡിയോന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അത് ബെനിഫിറ്റാണ് തരാൻ പോണത്. അപ്പം നമ്പർ 2 എന്ന് പറയുന്നത് അത് ഷെയർ ചെയ്യാതെക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. എന്നാൽ തന്നെ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ, അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെയെന്ന് പറയുന്നത് നിങ്ങൾ ഓൺ വോയിസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. ഫസ്റ്റൊക്കെ നമുക്ക് എല്ലാവർക്കും പേടിയുണ്ടാവും. എനിക്കിപ്പോഴും ക്യാമറേനെ ഫേസ് ചെയ്യുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. ആൾക്കാർ എന്ത് പറയുന്നുള്ള പേടിയുണ്ട്. കാരണം ചില വീഡിയോസൊക്കെ നമ്മൾ ഇടുമ്പോൾ അത് കളിയാക്കലിനെതിരെയാവോ, ട്രോള് വരുമോ എന്നൊക്കെ എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യും ഒരു സ്റ്റേജ് എത്തുമ്പോൾ, കുറേയൊക്കെ ഫുള്ളായിട്ടില്ലെങ്കിലും. അപ്പോൾ ഓൺ വോയിസിൽ നമ്മൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും ഒക്കെ ആ വീഡിയോസ് ഒന്ന് കയറുമ്പോൾ അല്ലെങ്കിൽ ഷോർട്സ് ഒന്ന് കയറുമ്പോൾ അതിൽ കമൻസ് വരും. എന്താ ഇങ്ങനെ സംസാരിക്കേണ്ടത്, അങ്ങനെ ചെയ്തുകൂടെ. അപ്പോൾ
ആൾക്കാരിലേക്ക് നമ്മളെ വീഡിയോ എത്തും. അതുപോലെ തന്നെ നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അവിടെ നടക്കും. പാട്ടും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഇടുമ്പോൾ കോപ്പിറൈറ്റ് വരാനും സാധ്യതയുണ്ട്. ഫസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താണ് കോപ്പിറൈറ്റ്, എങ്ങനെ ഒഴിവാക്കുന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല, ആകെ കൂടി കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മളെ വോയിസ് ആകുമ്പോൾ, ഓൺ വോയിസ് ആകുമ്പോൾ അതിന് കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ മാക്സിമം ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുക. കാരണം നമ്മളെ സൗണ്ട് ഇഷ്ടമായിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും, നമ്മളെ പ്രസൻറ്റേഷൻ ഇഷ്ടമായിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓൺ വോയിസിൽ വീഡിയോ ഇടുക. അങ്ങനെ വീഡിയോ ഇടുമ്പോൾ തന്നെ നമ്മളെ ആൾക്കാർക്ക് ഫെമിലിയർ ആവും. അപ്പോൾ നമ്മളെ സൗണ്ട്, നമ്മളെ പ്രസൻറ്റേഷനും നമ്മൾ ആ ഒരു ഇടുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ട് തിരിച്ച ആൾക്കാർ വീണ്ടും നമ്മളെ വീഡിയോസ് തന്നെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് മാക്സിമം ഓൺ വോയിസിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഗൈസ്, ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് ടൈമാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടേനി, ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ഞാനും ഇതുപോലെ ഇങ്ങനത്തെ വീഡിയോസ് സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടേനി. അതിൽ ഞാനും കണ്ടിട്ടുണ്ടേനി ടൈം എന്നുള്ളൊരു സംഭവം. പക്ഷെ അന്ന് എനിക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായിട്ടില്ലേനി. ഞാൻ ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ്, നമുക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അങ്ങനെ സബ്സ്ക്രൈബേഴ്സിലുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഏത് ടൈമിൽ വീഡിയോസ് ഇട്ടാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ പകുതി ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമുക്ക് വ്യൂസ് കിട്ടും. പക്ഷെ നമ്മളൊരു ബിഗിനർ യൂട്യൂബർ ആണെങ്കിൽ നമുക്ക് അതിന് മാത്രം സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തണം, എന്നാൽ മാത്രമേ ആൾക്കാർ കാണുള്ളൂ. അപ്പോൾ നമ്മളൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ടൈം, ഒരു ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഇന്ന ടൈമിൽ ഞാനൊരു ലോങ് വീഡിയോ ഇടും, ഇന്ന ടൈമിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടും എന്നുള്ളൊരു ക്ലാരിറ്റി നമ്മളെ മൈൻഡിൽ വേണം. അങ്ങനെ ആകുമ്പോൾ എന്നും റെഗുലർ ആയിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ടൈമിൽ വീഡിയോ ഇട്ട് പോകുമ്പോൾ ആൾക്കാരിലേക്ക് യൂട്യൂബ് തന്നെ അത് സജഷൻസ് ആയിട്ട് പോകും. അങ്ങനെ ആൾക്കാർ കണ്ടിട്ട് നമ്മളെ സംഭവങ്ങളും നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ആണ്, നല്ല കണ്ടന്റ് ആണ്, നല്ല പ്രസന്റേഷൻ ആണ് എന്നൊക്കെ തോന്നുമ്പോൾ ആൾക്കാർ വീണ്ടും അതിലേക്ക് തന്നെ റിട്ടേൺ വരും. എന്നിട്ട് അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, വീണ്ടും നമ്മളെ വീഡിയോ യൂട്യൂബുകൾക്ക് സജഷൻസ് കൊടുക്കും. അപ്പം മാക്സിമം നിങ്ങൾ അപ്ലോഡ് ചെയ്യണ ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും ഇന്ന ടൈമിൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ നേരത്തെ ഷോർട്ട് വീഡിയോന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുള്ള സംഭവമുണ്ട്. മാക്സിമം ഷോർട്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അതായത് ഒരു 3 ഷോർട്ട് വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുക. 3ൽ കൂടുതൽ നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ 3ൽ കൂടുതൽ ഷോർട്ട് വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. കാരണം നമ്മളെ ആൾക്കാർക്ക് ഫെമിലിയർ ആവണം. ഞാനൊരു പുതിയ ആളാണ്, ഓക്കെ, ഇങ്ങനെ ഒരാൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിലും നമുക്കൊരാൾ ഫെമിലിയർ ആകുമ്പോഴേ നമ്മൾ അയാളോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുള്ളൂ. സെയിം സംഭവം തന്നെയാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് ആൾക്കാർക്ക് നമ്മൾ ഫെമിലിയർ ആകുമ്പോഴേ ഓല അടുത്ത വീഡിയോസ് നമ്മളത് കാണുള്ളൂ, നമ്മളായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളൊരു 3ഓ 4ഓ അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഞങ്ങൾ ഒരു ദിവസം 2 ഷോർട്സ് വീതം ഇടുക, അതും ഫിക്സ്ഡ് ടൈമിൽ. പിന്നെ ഷോർട്സ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്ലാരിറ്റി ഉള്ള ഷോർട്സ് ആവണം, അതുപോലെ തന്നെ നല്ല സൗണ്ട് ആവണം. നമ്മളെ സൗണ്ട് ബ്ലർ ആയിട്ടോ അല്ലെങ്കിൽ നോയ്സ് കുറേയൊക്കെ വന്നാലും, അതുപോലെ തന്നെ ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോസ് ആണെങ്കിലും ആൾക്കാരത് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പം നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം ഞാൻ ഈ ക്ലാരിറ്റിയും അതുപോലെ തന്നെ സൗണ്ട് നോയ്സ് ഇല്ലാത്തതും കേട്ടോ. നെക്സ്റ്റ് സംഭവമാണ് തംബ്നെയിൽ എന്നുള്ളത്. ഇപ്പം നമ്മൾ യൂട്യൂബ് ഷോർട്സിനാണെങ്കിലും അതുപോലെ തന്നെ ലോങ് വീഡിയോയ്ക്ക് ആണെങ്കിലും നമ്മൾ നല്ല അട്രാക്റ്റീവ് തംബ്നെയിൽസ് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് തുറന്ന് നോക്കാൻ ആൾക്കാർക്ക് തോന്നണമെങ്കിൽ ആ തംബ്നെയിൽ നല്ല ക്രിയേറ്റീവും അതുപോലെ നല്ല അട്രാക്റ്റീവ് ആവണം. കണ്ട ആഴ്ച ഊച്ച തംബ്നെയിൽസ് ഇടാതെ നിൽക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ ആൾക്കാർ തംബ്നെയിൽ കണ്ടിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ആ തംബ്നെയിൽ അട്രാക്റ്റീവ് ആണെങ്കിൽ ആൾക്കാർ വീഡിയോ കണ്ടു തുടങ്ങും. അതിൽ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളെ എല്ലാതും ഓൾക്ക് സെറ്റായി തോന്നിയെങ്കിൽ ഓലത് ഫുള്ളായിട്ട് കാണും. അല്ലാതെ തംബ്നെയിൽ വീക്കായിട്ട് നമ്മൾ എത്ര നല്ല വീഡിയോസ് ഇട്ടിട്ടും കാര്യമില്ല. കാരണം ആരും അതിൻ്റെ ഉള്ളിൽ ആ വീഡിയോസ് തുറന്ന് നോക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അട്രാക്റ്റീവ് തംബ്നെയിൽ ഇടുക യൂട്യൂബ് ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ. ഷോർട്സിനാണെങ്കിൽ നമ്മൾ ഒരു ഷോർട്സ് എടുത്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വിഷ്വൽ വരുന്ന ആ വീഡിയോൻ്റെ ഒരു ഭാഗം ഏതാണോ അത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് കവറായിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ യൂട്യൂബ് ഇപ്പോൾ ഒരാൾ തുറക്കുകയാണെങ്കിൽ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ യൂട്യൂബ് തുറക്കുമ്പോൾ വരുന്ന ഒരു ഷോർട്ട് വീഡിയോൻ്റെ ആ ഫസ്റ്റത്തെ ഒരു ഇമേജ് എന്താണോ അത് കണ്ടിട്ടാണ് നമ്മളത് കാണുക. അപ്പം മാക്സിമം അത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഗൈസ്, ഇനി എനിക്ക് പറ്റിയിട്ടുള്ള 2-3 മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ചെയ്ത വേൾഡ് പൊട്ടത്തരങ്ങളാണ്. അന്ന് ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടേനി, പക്ഷെ എനിക്ക് എവിടുന്നും അതിനുള്ള ഇത് കിട്ടിയിട്ടില്ലേനി. എന്താണ് സൊല്യൂഷൻ, ഞാൻ ചെയ്യുന്ന മണ്ടത്തരം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലേനി. മേ ബി ഞാൻ സെർച്ച് ചെയ്തിട്ട് കാണാഞ്ഞിട്ടാവും കേട്ടോ, അതുകൊണ്ടും ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനുള്ള സൊല്യൂഷൻസ് ഉള്ള വീഡിയോസ് ഉണ്ടാവും, എന്തോ ആവട്ടെ, ഞാൻ കണ്ടിട്ടില്ലേനി. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈസിയിൽ മനസ്സിലാവണ രീതിയിൽ ആ സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് എപ്പോഴും നമ്മൾ ലോങ് വീഡിയോസ് ഇടുമ്പോൾ, ഇതിപ്പോൾ നമ്മളെ ഫോണാണെന്ന് വിചാരിക്കുക ഗൈസ്, നമ്മളെ ഫോൺ നമ്മൾ സെൽഫി ഒക്കെ എടുക്കൽ ഇങ്ങനെയല്ലേ,
ലോങ് വീഡിയോ നമ്മൾ ഇടണമെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ഫോൺ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടും വീഡിയോസ് ഇടാൻ ശ്രദ്ധിക്കുക എന്നല്ല, നിങ്ങൾ അങ്ങനെ തന്നെ ഫോണിൽ ഷൂട്ട് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ലോങ് വീഡിയോ എടുക്കുമ്പോൾ ഇതിൻ്റെ റേഷ്യോ ആണ് ലോങ് വീഡിയോയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് വരിക. ഷോർട്ട് വീഡിയോയ്ക്കുള്ള ആപ്റ്റ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ് വരിക. ഇപ്പം നമ്മൾ ലോങ് വീഡിയോ ഇങ്ങനെ പിടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് എന്ന് വിചാരിച്ചോ, ഇങ്ങനെ പിടിച്ചിട്ടാണ് എടുത്തതെങ്കിൽ നമ്മൾ ഇതിന് ഇപ്പം ഇങ്ങനെ ഒരു പിടിച്ച് ഞാനൊരു ലോങ് വീഡിയോ എടുത്ത് ഞാൻ നല്ല അട്രാക്റ്റീവ് തംബ്നെയിലൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ച് ഭയങ്കര ഹോപ്പോട് കൂടിയിട്ട് അത് അപ്ലോഡ് ചെയ്യാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്താൽ എനിക്ക് മാത്രമേ ആ തംബ്നെയിൽ കാണുള്ളൂ, വേറെ ആർക്കും ആ തംബ്നെയിൽ കാണൂല. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ച സംഭവമാണ് കേട്ടോ. ആ തംബ്നെയിൽ കാണാത്തതിൻ്റെ കാരണം റേഷ്യോ റെഡി അല്ലാത്തതിനോടാണ്. അപ്പോൾ അങ്ങനെ റെഡി അല്ലാതെ വന്നാൽ നമ്മളൊരു ലോങ് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോങ് വീഡിയോയിൽ ഏതെങ്കിലും ഒരു ക്ലിപ്പാവും ആ തംബ്നെയിലായിട്ട് വരിക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആരും നമ്മളെ വീഡിയോസ് കാണൂല. എനിക്കങ്ങനെ കുറേ ഫസ്റ്റത്തെ വീഡിയോസ് ഒക്കെ എൻ്റെ അങ്ങനെയാണ് പോയത്. പിന്നെ ഞാൻ ആരോ ഒന്ന് പറഞ്ഞ് തംബ്നെയിൽ തീരെ കാണുന്നില്ലല്ലോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളും യൂട്യൂബറാണ്. ആള് പറഞ്ഞ് നമ്മൾ രണ്ടാളും ബിഗിനേഴ്സ് തന്നെ ആ സമയത്തേടെ എൻ്റെ തംബ്നെയിൽ തീരെ കാണുന്നില്ല, അതുകൊണ്ടാവും വ്യൂസ് തീരെ വരാത്ത, അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക പറഞ്ഞു. അപ്പോൾ ഒന്നും എനിക്ക് ഇതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലായില്ല. കാരണം ഞാൻ ഷോർട്സിനായാലും ലോങ് വീഡിയോയ്ക്കായാലും ഇങ്ങനെയാണ് ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ട് നിന്നത്. ഇൻഷോട്ട് പോയിട്ട് നോർമലായിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ തംബ്നെയിൽ കാണാതെ. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഇട്ട കുറേ വീഡിയോസ് എനിക്ക് തീരെ വ്യൂസ് ഇല്ലാതെ ഡിലീറ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ പറഞ്ഞ 2 പോയിന്റ്സ് നല്ലോണം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. എനിക്കറിയുന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരു യൂട്യൂബ് തുടങ്ങുക എന്നുള്ളത് ആഗ്രഹമാണ്, പക്ഷെ ഇതെന്തൊക്കെ ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻസും ഒരു തുടക്കത്തിൻ്റെ സമയത്ത് എനിക്കും നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും